പേജ് നമ്പർ 66. നുലാഹിലുൽ അഫ്ആല വനക്തശിഫു മിനൻ നസ്സി കമാ ഫിൽ മിസാൽ. താഴെയുള്ള ഫിഅലുകളെ നമുക്ക് നിരീക്ഷിക്കാം, എന്നിട്ട് ഉദാഹരണത്തിലുള്ളതുപോലെ പാഠഭാഗത്ത് നിന്നും സെന്റൻസുകൾ കണ്ടെത്താം. താഴെ കുറെ ഫിഅലുകൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഖറജ, വസല, വജദ, തഅജ്ജബ, അലിമ, സഅല, ഇബ്തസമ, ഖാല, ഇസ്ദാദ. ഇതൊക്കെ നമ്മുടെ പാഠഭാഗത്തുള്ള ഫിഅലുകളാണ്. ഇതിൻ്റെയൊക്കെ മീനിങ്ങുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫിഅലുകൾ വന്ന സെന്റൻസ് ഇവിടെ എഴുതണം. പാഠഭാഗത്ത് ഈ ഫിഅലുകൾ വന്ന സെന്റൻസ് ഇവിടെ എഴുതുക. ഓരോന്നിൻ്റെയും നേരെ എഴുതുക. ഖറജയുടെ നേരെ ഖറജ എന്ന് വന്നിരിക്കുന്ന സെന്റൻസ് എഴുതിയിരിക്കുന്നു. നോക്കാം എന്താണ് എഴുതിയത്. ഖറജത് ഇംറഅത്തുൻ മിൻ മിസ്ര. സ്ത്രീ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു. പാഠഭാഗത്തിലുള്ള ഒരു സെന്റൻസ് ആണ്, ആദ്യത്തെ സെന്റൻസ് ആണിത് അല്ലെ. ഖറജ പുറപ്പെട്ടു. അപ്പോൾ ഇതേപോലെ ഓരോ ഫിഅലും വന്നിരിക്കുന്ന സെന്റൻസ് നമ്മൾ ഇവിടെ എഴുതണം. വസലയുടെ നേരെ വസല എന്ന ഫിഅൽ വന്ന സെന്റൻസ് എഴുതണം. ഖറജ പുറപ്പെട്ടു എന്നാണ് അർത്ഥം. ഇവിടെ ഖറജ എന്നും ഇവിടെ ഖറജത്ത് എന്നുമാണുള്ളത്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖറജ എന്നത് മുദക്കറാണ്, ഖറജത്ത് എന്നത് മുഅന്നസാണ്. അതായത് ഖറജ എന്നത് പുല്ലിംഗമാണ്, മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം. ഖറജത്ത് എന്നത് സ്ത്രീലിംഗമാണ്, മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം. ഖറജ എന്നത് പുരുഷന്മാരുടെ കൂടെ വരുന്ന ഫിഅലാണ്. പുല്ലിംഗമായ ഫിഅല്, മുദക്കറായ ഫിഅല് ആരുടെ കൂടെ വരും? പുരുഷന്മാരുടെ കൂടെ വരും. അതേപോലെ മുഅന്നസായ ഫിഅല്, സ്ത്രീലിംഗമായ ഫിഅല് ആരുടെ കൂടെയാണ് വരിക? സ്ത്രീകളുടെ കൂടെയാണ് വരിക. ഇമ്രഅത്തുൻ എന്ന വാക്ക്, ഇമ്രഅത്തുൻ സ്ത്രീ എന്നാണ് അർത്ഥം അല്ലെ. ഇത് സ്ത്രീലിംഗമായ വാക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ ഖറജത്ത് എന്ന് വന്നത്. ഇനി ഇവിടെ ഇമ്രഅത്തിന് പകരം റജുലുൻ എന്നാണെങ്കിലോ? ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടതാരാണ്? ഒരു പുരുഷനാണ് എന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ വാക്ക് എങ്ങനെ വരും? ഖറജ റജുലുൻ എന്നാണ് വരിക. ഇമ്രഅത്തായതുകൊണ്ട് ഖറജത്ത് ഇമ്രഅത്തുൻ എന്നായി. അപ്പോൾ സ്ത്രീകളുടെ കൂടെ വരുമ്പോൾ ഫിഅലിന്റെ അവസാനത്തിൽ ത് എന്ന് ചേർക്കണം. ഇനി നമുക്ക് പാഠഭാഗത്ത് നോക്കാം ഈ വാക്കുകളൊക്കെ എവിടെയാണ് വന്നിരിക്കുന്നത് എന്ന്. വസല എന്ന വാക്കാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. വസല എവിടെയുണ്ട്? ഇവിടെ വസല നമുക്ക് കാണാം. അഖീറൻ വസലത് ഇലാ ദാരിൻ സഗീറത്തിൻ. അവർ ഒരു ചെറിയ വീട്ടിൽ എത്തിച്ചേർന്നു. വസല എത്തി. ഇവിടെ ആരാണ് എത്തിയത്? ഈ സ്ത്രീയാണ് എത്തിയത്. അപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് വസലത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. പുരുഷനാണെങ്കിൽ ത് എന്ന് ഉണ്ടാകില്ല. സ്ത്രീ ആയതുകൊണ്ടാണ് ഇവിടെ ത് എന്ന് കാണുന്നത്. ഈ പാഠഭാഗത്ത് സ്ത്രീയെ കൊണ്ട് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ ഫിഅലുകളുടെയും കൂടെ അവസാനം ത് എന്ന് കാണാവുന്നതാണ്. രണ്ടാമത്തെ വാക്ക് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വജദ എന്ന വാക്കാണ്. അത് ഇവിടെ കാണാം. വജദത്ത് ഫീഹ ഇമ്രഅത്തൻ. അവരവിടെ ഒരു സ്ത്രീയെ കണ്ടു. വജദത്ത് അവരെ കണ്ടു, ഫീഹ അവിടെ ആ വീട്ടിൽ, ഇമ്രഅത്തൻ ഒരു സ്ത്രീയെ. അടുത്ത വാക്ക് തഅജ്ജബ എന്നതാണ്. തഅജ്ജബ ഇവിടെ കാണാം. തഅജ്ജബത്തിൽ മർഅത്തു. ആ സ്ത്രീ അത്ഭുതപ്പെട്ടു. തഅജ്ജബ മീൻസ് അത്ഭുതപ്പെട്ടു. അടുത്ത വാക്ക് ഏതാണ്? അലിമ എന്നാണ്. അതും ഇവിടെ തന്നെയുണ്ട്. അലിമത് അന്നൽ മർഅത്തൽ ജാലിസത അലൽ ബിസാത്ത് ഹിയ ഫാത്തിമ ബിന്തു അബ്ദുൽ മലിക്. ആ വിരിപ്പിൽ ഇരിക്കുന്നത് ഫാത്തിമ ബിന്ദു അബ്ദുൽ മലിക്കാണ് എന്ന് അവർ അറിഞ്ഞു. അലിമത് അവരറിഞ്ഞു. അപ്പോൾ ഈ സെന്റൻസ് ആണ് ഇവിടുന്ന് മുതൽ അബ്ദുൽ മലിക് അവിടെ വരെയുള്ള ഒരു സെന്റൻസ് എഴുതുക. അടുത്ത വാക്ക് സഅല എന്നതാണ്. സഅല ഇവിടെ നമുക്ക് സഅല എന്ന് കാണാം. സഅലത്ത് ഹാദിഅതൻ. അവർ ശാന്തമായി ചോദിച്ചു. ആ സ്ത്രീ ശാന്തമായി ചോദിച്ചു. സഅലത്ത് അവൾ ചോദിച്ചു. പിന്നെ ഇബ്തസമ എന്ന് കാണുന്നുണ്ട്. ഇബ്തസമ ഇവിടെ ഇത് ഇബ്തസമ. ഇബ്തസമ ഫാത്തിമ. ഫാത്തിമ പുഞ്ചിരിച്ചു. ഇബ്തസമത്ത് ഫാത്തിമ. ഫാത്തിമ പുഞ്ചിരിച്ചു. ഇബ്തസമ മീൻസ് പുഞ്ചിരിച്ചു. ഫാത്തിമ ആയതുകൊണ്ട്, സ്ത്രീ ആയതുകൊണ്ട് ഇബ്തസമത്ത് എന്ന്
പറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്ക് കാല എന്നാണ്. അതും അതിന്റെ അടുത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. വക്കാലത്ത്, അവര് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഹാദത്തൊയ്യാനഹുവ അമീറുൽ മുഅ്മിനീൻ, ഈ മണ്ണ് പൂശുന്നവനാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് ആ സ്ത്രീ പറഞ്ഞു. ആര് പറഞ്ഞു? ഫാത്തിമ പറഞ്ഞു. ഇനിയുള്ളത് ഇസ്ദാദ എന്ന ഫിഅലാണ്. ഇസ്ദാദത്ത് ദഹ്ശത്തുൽ മർആ, ആ സ്ത്രീയുടെ അമ്പരപ്പ്, അത്ഭുതം വർദ്ധിച്ചു. ഇസ്ദാദ വർദ്ധിച്ചു. സ്ത്രീ ആയതുകൊണ്ട് ഇസ്ദാദത്ത്. ഇതൊക്കെയാണ് ആ ഫെയിലുകൾ വന്നിരിക്കുന്ന സെന്റൻസുകൾ. ആ സെന്റൻസുകൾ നമ്മൾ ഇവിടെ എഴുതുക. ഇനി നുലാഹിലുൽ അഫ്ആല താലിയ വനക്തശിഫു മിൻഹ അൽ അഫ്ആല ലിൽ മുഅന്നസി. താഴെയുള്ള ഫെയിലുകൾ നമുക്ക്, ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്ന ഫെയിലുകൾ നമുക്ക് നിരീക്ഷിക്കാം. എന്നിട്ട് അതിൽ നിന്നും അഫ്ആല ലിൽ മുഅന്നസായ ഫെയിലുകളെ നമുക്ക് നക്തശിഫു കണ്ടെത്താം. വനസ്തഖ്ദിമുഹ ഫിൽ ജുമലി, എന്നിട്ട് അവയെ വാക്യത്തിൽ പ്രയോഗിക്കാം. അതായത് ഈ ഫെയിലുകളിൽ നിന്നും മുഅന്നസായ ഫെയിലുകൾ കണ്ടെത്തുകയും ആ മുഅന്നസായ ഫെയിലുകളെ വെച്ചുകൊണ്ട് നമ്മൾ ഓരോ സെന്റൻസുകൾ ഉണ്ടാക്കുകയും വേണം. മുഅന്നസായ ഫെയിലിനെ എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ പറഞ്ഞു മുഅന്നസായ ഫെയിലിന്റെ അവസാനത്തിൽ ത് എന്ന് കാണാം, അല്ലെ? നമുക്കിവിടെ ഓരോ ഫെയിലുകളും വായിച്ചു നോക്കാം. ഖറജ എന്നത് മുഅന്നസാണോ? അവസാനം ത് എന്ന് കാണുന്നില്ല, അപ്പോൾ ഇത് മുഅന്നസ് അല്ല, ഇത് മുദക്കറാണ്. വസലത്ത്, അവസാനം ത് എന്ന് കാണുന്നുണ്ട്, അല്ലെ? അവസാനം ത് എന്ന് കാണുന്നുണ്ട്, അപ്പോൾ ഇത് മുഅന്നസാണ്. അക്കലത്ത്, ഇതിന്റെയും അവസാനം ത് എന്ന് ഉണ്ട്, അപ്പോൾ ഇതും മുഅന്നസാണ്. ഇബ്തസമ, പുഞ്ചിരിച്ചു, അവസാനം ത് ഉണ്ടോ? ഇല്ല, അപ്പോൾ ഇത് മുദക്കറാണ്. വജദ, അവസാനം ത് കാണുന്നില്ല, ഇത് മുദക്കറാണ്. ഫരിഹത്ത്, അവസാനം ത് എന്നുണ്ട്, അതുകൊണ്ട് ഇത് മുഅന്നസാണ്. നളറത്ത്, ഇതും മുഅന്നസാണ്. തഅജ്ജബ, മുഅന്നസല്ല. സമിഅത്ത്, മുഅന്നസാണ്, ത് കാണുന്നുണ്ട്. സഅല, മുഅന്നസല്ല. കതബത്ത്, മുഅന്നസാണ്, അവസാനം ഒരു ത കാണുന്നുണ്ട്. അലിമ, അല്ല, മുദക്കറാണ്. വജദത്ത്, മുഅന്നസാണ്, അവസാനം ത ഉണ്ട്. ജലസത്ത്, അവസാനം ത ഉള്ളതുകൊണ്ട് മുഅന്നസാണ്. അപ്പോൾ ഇത്രയുമാണ് മുഅന്നസായ പദങ്ങൾ. ഈ മുഅന്നസായ പദങ്ങളെ വെച്ചുകൊണ്ട് ഇതേപോലെ നമ്മൾ സെന്റൻസുകൾ ഉണ്ടാക്കണം. വസലത്ത് എന്ന പദം വെച്ചുകൊണ്ട്, എന്ന ഫെയിൽ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ സെന്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വസലത്ത് ഫാത്തിമ ഇലാ ബൈതിഹ, ഫാത്തിമ തന്റെ വീട്ടിൽ എത്തി. വസലയുടെ അർത്ഥം എത്തി എന്നാണ്. ഇതിന്റെ ഓരോന്നിന്റെയും മീനിങ് നോക്കാം. നമ്മൾ പഠിച്ച മീനിങ് തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ നോക്കാം. ഖറജ, പുറപ്പെട്ടു. നമ്മൾ എഴുതേണ്ട വാക്കുകളുടെ മീനിങ് മാത്രം നോക്കാം. വസലത്ത്, എത്തി. അക്കലത്ത്, തിന്നു. ഫരിഹത്ത്, സന്തോഷിച്ചു. നളറത്ത്, നോക്കി. സമിഅത്ത്, കേട്ടു. കതബത്ത്, എഴുതി. വജദത്ത്, കണ്ടു. ജലസത്ത്, ഇരുന്നു. എങ്ങനെ ഇവ വെച്ചുകൊണ്ട് സെന്റൻസുകൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. അക്കലത്ത് ഫാത്തിമ മൗസൻ, അക്കലത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്നുണ്ടാക്കാം. ഫാത്തിമ ഒരു പഴം തിന്നു. അക്കലത്ത്, തിന്നു. ഫാത്തിമ, ആര് തിന്നു? ഫാത്തിമ തിന്നു. മൗസൻ, ഒരു പഴം. അടുത്തത് ഫരിഹ എന്ന വാക്കായിരുന്നു. ഫരിഹത്ത് ആയിഷ, ആയിഷ സന്തോഷിച്ചു. ഫരിഹത്ത്, സന്തോഷിച്ചു. ആയിഷ സന്തോഷിച്ചു. പിന്നെ നളറത്ത് എന്നായിരുന്നു. നളറത്തിൽ ഉമ്മു ഇലാ തുഫ്ലിഹ, ഉമ്മ തന്റെ കുട്ടിയെ നോക്കി. നളറത്ത്, നോക്കി. അൽ ഉമ്മു, ഉമ്മ നോക്കി. ഇലാ തുഫ്ലിഹ, തന്റെ കുട്ടിയെ. പിന്നെയുള്ള വാക്ക് സമിഅത്ത് എന്നായിരുന്നു. സമിഅത്തിൽ ബിന്ദു നശീദതൻ, പെൺകുട്ടി ഒരു പാട്ട് കേട്ടു. സമിഅത്തിൽ ബിന്ദു, പെൺകുട്ടി കേട്ടു. നശീദതൻ, ഒരു പാട്ട്. ഇത് കൂട്ടി വായിക്കുമ്പോൾ സമിഅത്തിൽ ബിന്ദു അങ്ങനെയാണ് വായിക്കുക. ഒറ്റക്ക് വായിക്കുകയാണെങ്കിൽ സമിഅത്ത് എന്നാണ് വായിക്കേണ്ടത്. പക്ഷെ കൂട്ടി വായിക്കുമ്പോൾ സമിഅത്തിൽ ബിന്ദു. അതേപോലെ ഇവിടെയും നളറത്തിൽ ഉമ്മു, നളറത്ത് അൽ ഉമ്മു എന്നാണ്. പക്ഷെ കൂട്ടി വായിക്കുമ്പോൾ നളറത്തിൽ ഉമ്മു എന്ന് വായിക്കും. പക്ഷെ ശരിക്കും എന്താണ്? ത് എന്നാണ്. കതബത്തി തിൽമീദത്തു അദ്ദർസ, പെൺകുട്ടി വിദ്യാർത്ഥിനി പാഠം എഴുതി. വജദത്ത് ഷാക്കിറത്തു സ്വദീഖതഹ, ഷാക്കിറ തന്റെ കൂട്ടുകാരിയെ കണ്ടു. ജലസത്തിൽ ജദ്ദത്തു അലൽ അരീക്കത്തി,
ഉമ്മാമ സോഫയിൽ ഇരുന്നു. ജലസത്തിൽ ജദ്ദത്തു, ഉമ്മാമ ഇരുന്നു. അലൽ അരീക്കത്തി, സോഫയിൽ. ഇങ്ങനെ നമുക്ക് ഈ വാക്കുകൾ വെച്ചുകൊണ്ട്, ഈ ഫീലുകൾ വെച്ചുകൊണ്ട് സെന്റൻസുകൾ ഉണ്ടാക്കാം. നിങ്ങൾ ഇതേ രൂപത്തിലുള്ള മറ്റ് സെന്റൻസുകൾ, നിങ്ങളുടെ സ്വന്തം സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പഠിക്കാൻ പറ്റും.